വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഇന്നാണ് ഹരിയുടെയും നിത്യയുടെയും വിവാഹം. ഇതുവരെ വളരെ സന്തോഷത്തോടെയായിരുന്നു സുജാത നിന്നത്. എന്നാൽ ഇന്നലെ രാത്രി മുതൽ സുജാത വല്ലാത്ത ടെൻഷനിലാണ്. ജീവൻ വന്നു, ജീവൻ ജയിൽ ചാടി എന്നറിഞ്ഞ നിമിഷം മുതലാണ് സുജാതയുടെ ഈ മാറ്റം. നിത്യ ഈ സത്യം അറിഞ്ഞിട്ടില്ല. എന്താണ് അമ്മയ്ക്ക് ഇത്ര ടെൻഷൻ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അമ്മയെന്ന് വിളിച്ച് ജ്യോതി എവിടേക്ക് വരുന്നു. ജ്യോതി വിളിക്കുന്നു, ഞാൻ ദാ വരുന്നു എന്ന് പറഞ്ഞിട്ട് സുജാത ജ്യോതിയുടെ അരികിലേക്ക് വന്നു. നീ എത്തിയോ? കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ നിനക്ക് തന്നെ നിത്യ ഒരുക്കാമായിരുന്നല്ലോ എന്ന് സുജാത പറയുമ്പോൾ ജ്യോതി പറയുന്നുണ്ട്, ഇതിനെന്താ പ്രശ്നം? ഇതിനെന്താ ഇത്ര പ്രത്യേകത? ഇത് ഇടയ്ക്കിടയ്ക്കുള്ളതാണല്ലോ. നിത്യയും അവിടേക്ക് വന്നു. മോളെ ആദ്യം വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ പുച്ഛത്തോടെ ജ്യോതി പറയുന്നു, വന്നു. കല്യാണിയെ കണ്ടപ്പോൾ അവൻ അങ്ങോട്ട് പോയി. കുട്ടികളായാൽ അങ്ങനെ ഒരു കാര്യമുണ്ട്, സ്നേഹത്തോടെ കഴിഞ്ഞതൊന്നും അവര് മറന്നു പോവില്ല. മോളെ മനു എത്താൻ സാധ്യതയുണ്ടോ എന്ന് അമ്മ ചോദിക്കുമ്പോൾ ജ്യോതി പറയുന്നു, മനു എത്തില്ല. നാട്ടിലെത്തിയാലും ഇങ്ങോട്ടൊന്നും വരില്ല. ഈ വിവാഹം നിയമപ്രകാരം അല്ലല്ലോ. അങ്ങനെ ഒരു വിവാഹത്തിന് സബ് കളക്ടർ വന്ന് കാവൽ നിൽക്കുന്നത് എന്തിനാ? ഇത് ഞാൻ പറഞ്ഞതല്ല, അവിടെ മനുവിന്റെ അച്ഛനും അമ്മയും പറയുന്നതാണ്. ഇടിക്കേട്ട് സുജാത പറയുന്നു, മതി, നിയമങ്ങളെല്ലാം അനുസരിച്ച് കുറെ കാലം നമ്മൾ ജീവിച്ചല്ലോ. അന്ന് ദ്രോഹമല്ലാതെ മറ്റൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അമ്മയ്ക്ക് എന്നോട് ദേഷ്യം തോന്നണ്ട എന്ന് ജ്യോതി പറയുമ്പോൾ സുജാത പറയുന്നു, നിന്നോട് ആരാ മോളെ ഇപ്പോൾ ദേഷ്യപ്പെട്ടത്? നിത്യാമ്മ എന്ന് പറഞ്ഞ് നിത്യയുടെ അരികിലേക്ക് ആദ്യം ഓടി വരികയും നിത്യയെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. ഇത് ജ്യോതിക്ക് ഇഷ്ടമാകുന്നില്ല. ആദി നിത്യയോട് പറയുന്നു, നിത്യാമ്മയെ, ഞാൻ നിത്യാമ്മയുടെ മണവാളനെ കണ്ടു, നമ്മുടെ ഹരിയങ്കിളിനെ. ഞാനും കല്യാണിയും കൂടിയാണ് ഹരിയങ്കിളിനെ ഒരുക്കിയത്. ഹരിയങ്കിളിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നു. അതെ, ആദിമോനും കല്യാണിയും ഒരുപാട് ആഗ്രഹിച്ച കല്യാണമല്ലേ? ഇനിയെല്ലാം രണ്ടുപേരും കൂടി നോക്കി നടത്തിക്കോണം എന്ന് സുജാത പറയുന്നു. ഞാൻ ജ്യോതിയോട് എന്തോരം പറഞ്ഞിട്ടാ എന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതെന്ന് അറിയാമോ? നിത്യാമ്മയുടെ കല്യാണം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമമായേനെ എന്നൊക്കെ ആദ്യം പറയുമ്പോൾ ആദിക്കൊരു ചുംബനം കൊടുക്കുകയാണ് നിത്യ. അതെ, എല്ലാവരും തയ്യാറായൊന്ന് ഞാനൊന്ന് നോക്കട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അമ്പലത്തിലേക്ക് പോകാം എന്ന് പറഞ്ഞ് സുജാത അങ്ങോട്ടേക്ക് പോകുന്നു. ചടങ്ങ് കഴിഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് തന്നെ ഞങ്ങൾ അങ്ങ് തിരിച്ചു പോകും എന്ന് ജ്യോതി ദേഷ്യത്തോടെ പറയുമ്പോൾ നിത്യ പറയുന്നു, എന്താ മോളെ അതെന്താ? അത് കഴിഞ്ഞാ പിന്നെന്തിനാ നിൽക്കുന്നത് എന്ന് ജ്യോതി പറയുമ്പോൾ ആദ്യം പറയുന്നു, നമുക്ക് ഇവിടെ വന്നിട്ട് പോയാൽ മതിയെന്ന്. ഇത് കേട്ട് ദേഷ്യത്തോടെ ജ്യോതി പറയുന്നുണ്ട്, കൊണ്ടുവരുമ്പോഴേ ഞാൻ പറയുന്നത് അങ്ങ് അനുസരിച്ചാ മതി മോനെ, ജ്യോതി പറയുന്നത് കേട്ടാ മതി, ഓക്കെ എന്നൊക്കെ നിത്യ ആദ്യയോട് പറയുന്നുണ്ട്. നിത്യ ജ്യോതിയോട് പറയുന്നു, ജ്യോതി നീ എന്തോ അകലം കാണിക്കുന്നുണ്ട്, പക്ഷേ നിത്യേച്ചിയുടെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഒരു കാലത്തും ഉണ്ടാവില്ല. മോളെ ഇറങ്ങാൻ നേരമായെന്ന് സുജാത. ശരിയെന്ന് പറഞ്ഞിട്ട് ആദ്യം കൂട്ടി നിത്യ അങ്ങോട്ടേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. നിത്യയുടെയും ഹരിയുടെയും കുടുംബങ്ങൾ എല്ലാവരും ഉണ്ട്. എല്ലാവരും ക്ഷേത്രത്തിൽ തൊഴുതു നിൽക്കുന്നു. തിരുമേനിയുടെ കയ്യിൽ താലി കൊടുക്കുകയാണ് അമ്മാവൻ. അദ്ദേഹം താലി പൂജിക്കുന്നു. ഈ സമയം രഘുവിന് ഒരു കോള് വരുന്നുണ്ട്. രഘു ഫോണുമായി കുറച്ച് മാറി നിൽക്കുന്നു. ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സുജാതയും രഘുവിന്റെ അരികിലേക്ക് പോകുന്നു. ആരാ രഘുവേട്ട വിളിച്ചതെന്ന് സുജാത ചോദിക്കുന്നു. രഘു ആണെങ്കിൽ ടെൻഷനോടെ നിൽക്കുകയാണ്. ശരവണനും അവരുടെ അടുത്തേക്ക് പോകുന്നു. രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പ്രതി തിരിച്ചെത്തിയോ എന്നറിയാൻ വിളിച്ചതാ, ഒരിടത്തുനിന്നും കൃത്യമായ ഒരു മറുപടി കിട്ടുന്നില്ല എന്ന് രഘു. അങ്ങനെ രക്ഷപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്റെ ഉദ്ദേശം ഈ വിവാഹം തന്നെയാണ്. ശരവണൻ പറയുന്നു, ഞാൻ ഇവിടെ എല്ലായിടത്തും തേടി നോക്കി, പക്ഷേ ഇവിടെയെങ്ങും എത്തിയിട്ടില്ല. ഇവരെന്താണ് സംസാരിക്കുന്നത് എന്ന് നിത്യയ്ക്ക് അറിയില്ല. ഇടയ്ക്ക് നിത്യ അങ്ങോട്ട് നോക്കുന്നു. രഘു പറയുന്നു, ശരവണ, പേടിച്ചവരെ പേടിക്കേണ്ടവരെ പേടിച്ചല്ലേ പറ്റൂ. ഇന്ന് ഈ നടയിൽ നടക്കുന്നത് നിത്യയുടെയും ഹരിയുടെയും മംഗളകരമായ വിവാഹമാണ്. അത് മാത്രമേ നടക്കാൻ പാടുള്ളൂ. ഹരിയോട് ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് നിത്യയും അവരുടെ അരികിലേക്ക് പോകുന്നു. ആദിയും കല്യാണിയും സംസാരിക്കുന്നുണ്ട്. ആദി കല്യാണിയോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും കുറെ ആഗ്രഹിച്ചതല്ലേ നിത്യാമ്മയോടും ഹരിയോടും ഒപ്പം കഴിയണമെന്ന്. എനിക്കതിന് ഭാഗ്യമില്ല, പക്ഷേ കല്യാണിക്ക് അതിന് ഭാഗ്യമുണ്ട്. അച്ഛനും നിത്യാമ്മയും എപ്പോഴും ആദ്യമന് കണ്ടോളും എന്ന് കല്യാണി പറയുന്നു. ഈ സമയം നിത്യ അവരോട് പറയുന്നുണ്ട്, അമ്മയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അമ്മയെ നിങ്ങൾ എന്താ മാറി നിന്ന് സംസാരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇത്രയും നല്ലൊരു കാര്യത്തിന് അമ്പലത്തിലേക്ക് വന്നിട്ട് ഇനി വേറെന്ത് പ്രശ്നമാ എന്ന് സുജാത. എന്റെ മോളെ, ഞങ്ങളൊക്കെ കാരണവന്മാരായി പോയത് കൊണ്ട് നിങ്ങളുടെ എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. എന്റെ അനിയത്തിയുടെ വിവാഹം നടക്കുമ്പോൾ ഞാനും കാരണവരാണല്ലോ എന്ന് ശരവണനും പറയുന്നുണ്ട്. വാ, നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ ഇപ്പോൾ പോകുന്നു. അമ്മയെ സത്യം പറയേ, ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നിത്യ. കുഴപ്പമുണ്ട്. ഇന്ന് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മകളുടെ കല്യാണമാണ്. കല്യാണം കഴിഞ്ഞാൽ അവൾ അവളുടെ കെട്ടിയോന്റെ വീട്ടിലേക്ക് പോവില്ലേ, അതിൻ്റെ ഒരു വിഷമമാണെന്ന് കൂട്ടിക്കോ, അല്ലാതെ വേറൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് സുജാത നിത്യയും കൂട്ടി പോകുന്നുണ്ട്. രഘുവും ശരവണനും ടെൻഷനോടെ ചുറ്റിലും നോക്കുന്നു. എന്നിട്ട് സുജാതയും നിത്യയും അവിടെ വന്ന് ഭഗവാനെ തൊഴുതു നിൽക്കുന്നു. ഇടയ്ക്ക് അമ്മയെ ശ്രദ്ധിക്കുന്നുണ്ട് നിത്യ. അച്ഛനെയും ശരവണനെയും നോക്കുന്നു.
ഭഗവാനെ എല്ലാം നല്ല രീതിയിൽ എത്തിച്ചു തരണേ, ഇനിയെങ്കിലും എൻ്റെ മോളുടെ ജീവിതം നല്ലതായിരിക്കണേ എന്ന് സുജാത പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തോ പ്രശ്നമുണ്ട് എന്ന് നിത്യയ്ക്ക് മനസ്സിലായിരിക്കുന്നു, പക്ഷെ എന്താണ് എന്ന് അറിയില്ല. തുടർന്ന് വീണയെ കാണിക്കുന്നുണ്ട്. വീണ ടെൻഷനോടെ നിൽക്കുന്നു. വീണ ഹരിയെ വിളിക്കുന്നു. ഹരിക്കൊരു ബെസ്റ്റ് വിഷസ് നേരുന്നു. ഹരിയേട്ടൻ സന്തോഷത്തിലാണല്ലോ അല്ലേ? എന്തുകൊണ്ടും മിണ്ടാത്തത്? ഞാൻ എന്ത് പറയാനാ എന്ന് ഹരി പറയുമ്പോൾ വീണ പറയുന്നു, അതെ, അമ്പലത്തിലല്ലേ, മുഹൂർത്തമാവാറായില്ലേ? ഹരിയേട്ടൻ നിയമപ്രകാരം ഇപ്പോഴും എൻ്റെ ഭർത്താവാണ്. ഭർത്താവിന് വിവാഹാശംസകൾ നേരുക എന്ന് പറയുന്നത് അപൂർവം ചിലർക്ക് കിട്ടുന്നതാണ്. നിനക്ക് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും ഉണ്ടാക്കാനാണോ ഉദ്ദേശിച്ചാണോ നിന്റെ ഈ വിളിയെന്ന് ഹരി ചോദിക്കുന്നു. തടസ്സങ്ങളോ? എന്ത് തടസ്സം? ഈ വിവാഹം തടസ്സപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശമുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെറുതെ ഒരു പരാതി എഴുതി ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊടുത്താൽ മതിയായിരുന്നല്ലോ. അവരൊന്ന് തടയില്ലായിരുന്നോ? എനിക്ക് അതിൽ താല്പര്യമില്ല. ഹരിയേട്ടനെ നിത്യയും നിങ്ങളുടെ ആഗ്രഹം പോലെ ഒന്നിച്ച് ജീവിക്കേ. നിത്യയോടും എൻ്റെ ആശംസ പറഞ്ഞേക്കണം. ഹരിയേട്ട, ചില വിട്ടുവീഴ്ചകൾ അങ്ങോട്ട് കാണിക്കുമ്പോൾ ചിലത് ഇങ്ങോട്ടും കാണിക്കണം. ഹരിയേട്ടൻ ഇപ്പോൾ കയ്യെത്തി പിടിച്ചത് ഒരു ജീവിതമാണ്. അങ്ങനെ ഒരു ജീവിതത്തിന് എനിക്കും അർഹതയുണ്ട്. ഞാൻ അങ്ങനെ ഒന്നിന് തയ്യാറാകുമ്പോൾ ഹരിയേട്ടൻ എന്നെയും ഇതുപോലെ വിഷ് ചെയ്യണം. എൻ്റെ വിവാഹ ജീവിതത്തിന് എന്തെങ്കിലും തടസ്സമുണ്ടായാൽ അത് മാറ്റിത്തരാൻ ഹരിയേട്ടൻ തയ്യാറാവുകയും വേണം. ഞാൻ ഉദ്ദേശിച്ചത് കല്യാണിയുടെ കാര്യമാണ്. വിവാഹം കഴിക്കണമെന്ന് ഹരിയുടെയും നിത്യയുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾക്കൊരിക്കലും കല്യാണിയുടെ അച്ഛനും അമ്മയും ആവാൻ കഴിയില്ലല്ലോ. അത് ഞാനും വിപിനുമാണ്. എത്ര കെട്ടിച്ചം വെച്ച് ഒരുക്കി വിട്ടാലും പ്രസവിക്കാത്തവളെ അമ്മയെന്ന് വിളിക്കാൻ കഴിയില്ല. ഹരി പറയുന്നു, വീണ പ്ലീസ്, ഈ നേരത്തെങ്കിലും. വീണ പറയുന്നു, ഓ, ഞാനത് മറന്നു. ഹരിയേട്ട് നല്ല ഫ്രഷായി സന്തോഷമായിട്ട് എല്ലാവരുടെയും മുന്നിൽ നിൽക്കേണ്ടതല്ലേ. ഐ ആം റിയലി സോറി. ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും. ഹരിയേട്ടൻ ഒരിക്കലും വേദനിക്കാതിരിക്കട്ടെ, അതുപോലെ ഹരിയേട്ടൻ ഒരിക്കലും എന്നെയും വേദനിപ്പിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുകയാണ് വീണ. ടെൻഷനോടെ നിൽക്കുകയാണ് ഹരി. തുടർന്ന് പോലീസ് സ്റ്റേഷനിൽ രക്ഷപ്പെട്ട ആളെ ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അവർക്ക്. ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോലീസ് എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന നിമിഷത്തെ തന്നെയാണ് ജീവനെ കാണിക്കുന്നത്. ജീവൻ മുഖം മൂടി കെട്ടിയിരിക്കുകയാണ്. നാളെ നേരം വിളക്കുന്നതിന് മുമ്പ് അയാളെ പൊക്കിയിരിക്കും, കസ്റ്റഡിയിൽ എടുത്തിരിക്കുമെന്ന് പോലീസ് പറയുന്നു. ഈ സമയം ക്ഷേത്ര പരിസരത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഹരിയുടെയും നിത്യയുടെയും കുടുംബം. പിന്നെ ശരവണൻ തിരിഞ്ഞു നോക്കിയപ്പോൾ ശരവണന്റെ മുന്നിൽ ഇതാ നിൽക്കുന്നു ജീവൻ. ജീവൻ മുഖം മൂടി കെട്ടിയിരുന്നാലും ശരവണനെ കണ്ടപ്പോൾ തന്നെ ആളെ മനസ്സിലായി. പെട്ടെന്ന് ശരവണൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. രഘുവിനെ വിളിക്കുന്നു. അല്ല, എന്താ ശരവണ, താൻ രഘുസാറിനോട് രഹസ്യം പറയാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിക്കുന്നു? ഒന്നുമില്ലാതെ, എനിക്കും സാറിന് മാത്രമേ അറിയൂ എന്ന് ശരവണൻ. സർ വരൂ സർ എന്ന് പറഞ്ഞ് രഘുവിനെ വിളിക്കുകയാണ് ശരവണൻ. രഘു അപ്പുറത്തേക്ക് പോകുന്നു. ഇതെല്ലാം നിത്യ ശ്രദ്ധിക്കുന്നു. കാര്യം എന്തായാലും ശരവണനെ പോലെ ഒരാളെ കിട്ടുന്നത് എളുപ്പമല്ല. ഇത് കേട്ട് സുജാത പറയുന്നുണ്ട്, നിത്യയ്ക്ക് വേണ്ടി അവൻ എന്തും ചെയ്യും. ശരവണ, എന്താ പ്രശ്നം? ജീവനെ കണ്ട കാര്യം പറയുന്നു. മുഖമെല്ലാം മറച്ചിട്ടാണ് വന്നിരിക്കുന്നത് എന്നും പറയുന്നുണ്ട് ശരവണൻ. അങ്ങനെ രണ്ടുപേരും അവിടേക്ക് ചെന്ന് നോക്കുന്നുണ്ട്. ആ കാറിന്റെ അകത്താണ് ഇരിക്കുന്നത്. ഡാഡാ, ഡോറ് തുറക്കാൻ നിന്നോടല്ലേ പറഞ്ഞത് ഡോറ് തുറക്കാൻ എന്നൊക്കെ രഘു ജീവനോട് പറയുന്നുണ്ട്. അതിനകത്ത് തന്നെയുണ്ട് ജീവൻ. ആരാ എന്നെ ജീവൻ ചോദിക്കുന്നു. എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. തുറക്കാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞ് രഘു തന്നെ തുറക്കുന്നുണ്ട്. അയാളെ പുറത്തിറക്കി നോക്കുകയാണ്. മുഖം മൂടി നോക്കുമ്പോൾ അത് ജീവനല്ല, മറ്റൊരാളാണ്. നിങ്ങൾ എന്തൊക്കെയായി കാണിക്കുന്നത് എന്നയാൾ പറയുമ്പോൾ രഘു ടെൻഷനോട് പറയുന്നു, സോറി, ഞാൻ മറ്റൊരാളാണെന്ന് വിചാരിച്ച് നിങ്ങളിങ്ങനെ മുഖം മൂടി വെച്ചപ്പോൾ ഞാനൊരു ഡയാലിസിസ് പേഷ്യൻ്റാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നയാൾ പറയുന്നു. ഞാൻ വേറൊരു ടെൻഷനിലാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ പറ്റിപ്പോയത്. എന്നെ രഘു, സോറി, കാൽ പിടിക്കാം സാർ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് ശരവണൻ അയാളോട് പറയുന്നു. അറിയാതെ പറ്റിപ്പോയതാണെന്ന് രഘു പറയുന്നു. ഈ സമയം അയ്യോ, ആരെങ്കിലും ഓടിവായേ എന്നൊരു നിലവിളി അകത്തു നിന്നും കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ടെൻഷനോടെ രഘുവും ശരവണനുമൊക്കെ അങ്ങോട്ടേക്ക് ഓടുന്നു. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.